ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഇതിപ്പോൾ ഒറ്റ പഴയതൊന്നല്ല, കുറച്ചൊക്കെ പുതിയ സാധനമാണ്. ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയ ചെരുപ്പുകളുണ്ടാവും, ഹവായി ചെരുപ്പ്. ഇതിന് ഹവായി ചെരുപ്പ് എന്നാണ് പറയാമെന്നറിയില്ല. ഏതായാലും ഇതുപോലത്തെ ചെരുപ്പ് ഉണ്ടല്ലോ, ഈ ചെരുപ്പുകൾ ഒഴിവാക്കിയതുണ്ടാവും നമ്മുടെ വീട്ടിൽ. ഇത് വെള്ളിയൊക്കെ കറ്റി കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ക്രിക്കറ്റ് ബോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഹവായി ചെരുപ്പാണ്. ഇതുപോലത്തെ ഹവായി ചെരുപ്പാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വാറൊക്കെ അറ്റുപോയത്, അതുപോലെ നമ്മൾ ഒഴിവാക്കിയ ഹവായി ചെരുപ്പുകൾ ഉണ്ടാവും വീട്ടിൽ, പഴയ ഹവായി ചെരുപ്പുകൾ. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പഴയ ഹവായി ചെരുപ്പ് ഒരു ജോഡി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് അളവിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു അളവിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഉപയോഗിക്കാം. അതുപോലെ ഒരു ചെറിയ കത്തി, ഇപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് കത്തി. പിന്നെ ഒരു പേന, അതുപോലെ ഇതൊരു ഫെവി ബോണ്ടാണ്, അതായത് പശ. ഇതേതാ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഫെവി ബോണ്ടിൻ്റെ അതായത് റബ്ബർ ബേസിൽ, അതായത് റബ്ബറൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഹവായി ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ ഒന്ന് അറുത്തെടുക്കണം, കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് ചെരുപ്പിൻ്റെയും വള്ളിയൊക്കെ അറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഹവായി ചെരുപ്പ് എടുക്കാം. ഇതിൻ്റെ ഈ ഒരു അളവുണ്ടല്ലോ, നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ കറക്റ്റ് വട്ടം, ഈ വട്ടത്തിലുള്ള ഒരു 3 പീസ് ഇതിമെന്ന് കിട്ടുള്ളൂ. ഒരു 3 പീസ് നമുക്ക് ഇതിമെന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിന് ചുറ്റി ഒന്ന് വരച്ചു കൊടുക്കാം, അളവിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ കറക്റ്റ് വട്ടത്തിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2 പീസും കൂടി ഇതിമെന്ന് കിട്ടും. അതിൻ്റെ അളവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് 6 പീസാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് 6 കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കത്തി ഉപയോഗിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഹവായി ചെരുപ്പല്ല, വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1 2 3 4 5 6 പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പണിയുണ്ട്. ഈ 6 5 നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 5 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രിപ്പ് നമുക്കൊന്ന് ഒരു കല്ലിലോ, അതായത് കരിങ്കല്ലോ, അതായത് പാറക്കല്ലിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കുറച്ച് റഫായ സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നന്നായിട്ട് ഒരതിക്കൊണ്ട് ഇത് ഫുള്ള് കളയണം. ഈ ഗ്രിപ്പ് ഒന്ന് കളയണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തും ഒരു ഗ്രിപ്പ് കാണാം, ചെറുതായിട്ടൊരു ഗ്രിപ്പ് കാണാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കരുതി കളയണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ 5 പീസും ഇതുപോലെ ചെയ്യാണ് ആദ്യം വേണ്ടത്. തേച്ച ചുമരാണ്, കുറച്ച് ഒരു റഫായ സ്ഥലമാണ്. അപ്പം ഇവിടെ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് നമുക്ക് ഇതിൻ്റെ ഗ്രിപ്പ് കളയാം. ഇത് കണ്ടല്ലോ, ഈ ഭാഗം ഫുള്ളായിട്ട് അതിൻ്റെ നല്ല ഇതായിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഈ ഭാഗവും ചെയ്യണം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചുമരിൽ എഴുതി അതിനേക്കാൾ സിമ്പിളായിട്ട് ഇതുപോലത്തെ സാൻഡ് പേപ്പർ, അതായത് ഉരക്കടലാസിൽ ഉപയോഗിച്ച് നന്നായിട്ട് എഴുതിയാൽ മതി, പെട്ടെന്ന് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നല്ല ഇവിടുത്തെ കണ്ടോ, ഈ ഒരു മാർക്കൊക്കെ പോക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ഭാഗത്തുള്ള ഇതൊക്കെ കറക്റ്റായിട്ട് കളഞ്ഞു. അത് കറക്റ്റ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പശ ഇടുമ്പോൾ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച ചെരുപ്പാണെങ്കിൽ ഇത്രയൊന്നും റിസ്ക് ഇല്ല കേട്ടോ. അതിൻ്റെ അടിഭാഗം ഏതായാലും തേഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനി ഒട്ടിക്കാം.
നമ്മൾ ഉപയോഗിക്കുന്ന പശ ഇതാണ് ഫെവിബോണ്ടിൻ്റെ റബ്ബർ ഒട്ടിക്കുന്ന, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റബ്ബർ ബേസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ഒട്ടിക്കുന്ന പശയാണ്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, അതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക വെയിറ്റ് ചെയ്താണ്ട്. അപ്പോൾ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്തതിലും ഇവിടെ പശയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ 5 എണ്ണമാണ് നമ്മൾ എടുത്തത്. 5 ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്യണം. കുറച്ച് നേരം നല്ല കനം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പളി പോവും. നമ്മളൊരു അമ്മി എടുത്തിട്ടുണ്ട്, കൈ എടുത്താൽ ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു അമ്മി വെച്ചിട്ടുണ്ട്, അതായത് ഒരു വെയിറ്റ് വെച്ചു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കുറച്ച് നേരം വെച്ചു. ഫുള്ള് നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല നല്ല പവറായിട്ടുണ്ട്. ഒരിക്കലും വലിച്ചാൽ പോലും പോലാത്ത അത്ര ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ചെത്തി കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടോ, ഈ ഭാഗം അവിടെ ചെത്തിയൊരു ബോൾ രൂപത്തിലാക്കണം, റൗണ്ട് രൂപത്തിലാക്കണം. സൈഡ് ചെത്തി, അതുപോലെ തന്നെ അപ്പുറ സൈഡും പിന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെത്തി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ കുറച്ച് അധികം നിൽക്കുന്നത്, അതും കൂടി നമുക്ക് ഇതുപോലെ ചെത്തി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആക്കിയതിന് ശേഷം പിന്നീട് കട്ട് ചെയ്യരുത്. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ, അതായത് ഒരു കടലാസ് ഉപയോഗിച്ച് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഈ സൈഡൊക്കെ ഒരു പന്തിൻ്റെ ഒരു കറക്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു പെൻറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കോർക്ക് ബോളാവും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു കടലാസിലൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെ വരുതി ഒരു ഏകദേശം ഒരു ബോളിൻ്റെ രൂപമായിട്ടുണ്ട്. ഒരു 90% ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് സൈസ് ആവേണ്ട, ഒന്നും കൂടി റൗണ്ട് ആയെങ്കിൽ ആ ഒരു കറക്റ്റ്, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കറക്റ്റ് ഇത് കിട്ടണമെങ്കിൽ ഒന്നും കൂടി ആവണം. അപ്പോൾ ഏതായാലും ഇനി ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം കുറച്ച് കയറിപ്പോയാൽ തന്നെ അവിടെ വേറെ രൂപമായി മാറും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോൾ ഫുള്ള് റെഡിയായി, 100% റെഡിയായി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കളിയൊക്കെ കളിച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു 5 പീസ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തത്. ചെരുപ്പിൻ്റെ 5 പീസ് വെച്ചിട്ട് ചെയ്തു. അപ്പോൾ അതിൽ പശയൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ഒരു ഗ്യാപ്പൊന്നും കാണില്ല. ഇത് ഫുള്ളായിട്ട് ഒറ്റ ബോൾ പോലെ തന്നെ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോർക്ക് ബോളില്ലേ അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പൊന്നും എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഹവായ് ചെരുപ്പ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ക്രിക്കറ്റ് ബോൾ, ഇപ്പോൾ കോർക്ക് ബോളില്ലേ സാധാരണ ഇങ്ങനത്തെ ബോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനത്ര എമൗണ്ട് വെച്ചാൽ 100 രൂപയുടെയൊക്കെ വില വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ചെരുപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു പഴയ ചെരുപ്പ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള പഴയ ചെരുപ്പും പിന്നെ ഒരു 10 രൂപയുടെ പശ
പിന്നെ ഒരു സാൻഡ് പേപ്പർ, ഒരു 10 രൂപയുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 20 രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഒരു ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ കുറച്ച് വരുതി റെഡിയാക്കേണ്ടി വരും. ആ ഒരു റിസ്ക്കും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഒരു കമൻറ്റ്, നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു കമൻറ്റ് വരാനുള്ള സാധ്യത, അതിനുള്ള മറുപടി ഇപ്പം തന്നെ തരാം. എന്താണെന്ന് വെച്ചാൽ പുതിയ ചെരുപ്പ് വാങ്ങാൻ തന്നെ ഒരു 80 രൂപ 100 രൂപ വരും. ഞാനിവിടെ പഴയ ചെരുപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ ചെരുപ്പ് വാങ്ങി ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ കമൻറ്റ് ആരും അയക്കണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ അഭിപ്രായം അറിയിക്കുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ മാസ്റ്റർ പീസ് എന്ന ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടില്ല, ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ചെറിയ കുട്ടികൾ, ഒരു LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെന്നോട് പറഞ്ഞു യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ എടുത്ത് ചെറിയൊരു വീഡിയോ ഉണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം വീഡിയോ എല്ലാവരും ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? റെഡിയല്ലേ? കാണുന്നുണ്ടോ? അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഓരോ വീഡിയോ യൂട്യൂബിൽ ഇടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഇട്ടെന്ന് മാത്രം. ഓക്കെ, ഇതൊക്കെ ദിവസമല്ലേ? കുഞ്ഞുട്ടി ക്യാച്ച്, ബാബു ക്യാച്ച്. കിട്ടിയോ? അപ്പോൾ പന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പന്തൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇതിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ കഴിഞ്ഞു, ഇനി ടെസ്റ്റിംഗ് ആണ്. അപ്പൊ അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ റെഡി അല്ലേ? അതാ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ 6 ഒക്കെ ഉണ്ടാവുള്ളൂ സാധാരണ, തല്ലിയതല്ല കേട്ടോ. പിന്നെ അപ്പൊ നമ്മുടെ ചെക്കന്മാരെ വീഡിയോ കണ്ടല്ലേ ചെറിയ കുട്ടികളെ. അപ്പൊ എല്ലാവരും ആ ഒരു കമന്റ് അറിയിക്കട്ടോ. കാരണം ഞാൻ എന്ന് എന്താ ഇപ്പൊ ഓരോ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അപ്പൊ എന്നെ കാണുമ്പോ ഒക്കെ ചോദിക്കും വീഡിയോ യൂട്യൂബിലിട്ടോ യൂട്യൂബിലിട്ടോ. അപ്പൊ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ബോൾ നല്ല സ്ട്രോങ് ആട്ടോ. നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ടും ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. കണ്ടില്ല, ചളി കണ്ടില്ലേ? 4-5 6 ഒക്കെ അടിച്ച് 2 പേര് ഔട്ടൊക്കെ ആയി. ഇന്നൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പശ ഇട്ടതൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ പശ തന്നെ ഉപയോഗിക്കുക. റബ്ബർ എന്ന് ഇതൊരു എന്താ ഫെബി ബോണ്ടിനെ ഗമ്മന്നെ ഉപയോഗിക്കുക.